ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. യഹോവ നിങ്ങളുടെ ദൈവം കൊല്ലാൻ പറയുന്നവനല്ലേ എന്ന് വേറൊരു സഹോദരൻ, പ്രത്യേകിച്ചൊരു ഇസ്ലാം സഹോദരൻ ചോദിച്ച ഒരു ചോദ്യത്തിന് മറുപടിയായി നമ്മളൊരു വീഡിയോ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോൻ്റെ താഴെ ഒരാൾ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു. ആ ഇസ്ലാം സഹോദരൻ പറഞ്ഞത്, കുഞ്ഞെ ഡെസ്റ്റിയ, നീ പറഞ്ഞപ്പോൾ, നിന്റെ അതരം കൊണ്ട് അത് തുറന്നു പറഞ്ഞപ്പോൾ, നീയും അവനിൽ പ്രവർത്തിക്കുന്ന സാത്താൻ്റെ ശക്തി ആയില്ലേ? നീ അങ്ങനെ ചെയ്യാമോ കുഞ്ഞെ എന്നൊരു ചോദ്യം എൻ്റെ മുൻപിൽ കടന്നു വന്നു. ഞാനിത് പറയാനൊരു കാരണമുണ്ട്. കാരണം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം, പ്രത്യേകിച്ച് ചില വീഡിയോകൾ നിങ്ങളെ കേൾക്കുമ്പോൾ ഒരു പക്ഷേ ക്രിസ്തീയ സമൂഹത്തിന് വിശുദ്ധ വേദപുസ്തകം അംഗീകരിക്കുകയും സ്നേഹിക്കുകയും യേശുവിൻ്റെ കാൽവരി ക്രൂശിനോട് ചേർന്ന് നിൽക്കുകയും ചെയ്യുന്ന അനേക ക്രിസ്ത്യാനികൾക്ക് വലിയ വിഷമമുണ്ടാക്കുന്ന ചില ഓഡിയോകളാണ് നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത്. എന്നോട് ഞാൻ ആ വാക്ക് തന്നെ ഉച്ചരിച്ചപ്പോൾ, അയ്യോ കുഞ്ഞ്, നീയും പിശാചിൻ്റെ കെണിയിൽ പെട്ടല്ലോ എന്ന് ഒരു ചോദ്യം എന്നോട് ചോദിച്ച സഹോദരനോടും, ഇനി അങ്ങനെ ചിന്തിക്കുന്ന ഏതെങ്കിലും വ്യക്തികളുണ്ടെങ്കിൽ അവരോടും, ഇനി ഞാൻ ഈ ഓഡിയോ കേൾപ്പിക്കുമ്പോൾ തിന്മ കേട്ടതുകൊണ്ട് ഞാനും നശിച്ചു പോയല്ലോ എന്ന് ചിന്തിക്കുന്ന ഏതെങ്കിലും കുഞ്ഞാടുകൾ ഉണ്ടെങ്കിൽ അവരോടും, 1 കൊരിന്തോസ് അതിൻ്റെ 12-ാം അധ്യായം 3-ാം വാക്യം അപ്പസ്തലൻ ഇങ്ങനെ പറയുകയാണ്: ദൈവാത്മാവ് മുഖേന സംസാരിക്കുന്നവരാരും യേശു ശപിക്കപ്പെട്ടവനാണെന്ന് ഒരിക്കലും പറയുകയില്ലെന്നും യേശു കർത്താവാണെന്ന് ഏറ്റുപറയാൻ പരിശുദ്ധാത്മാവ് മുഖേനയല്ലാതെ ആർക്കും സാധിക്കുകയില്ലെന്നും നിങ്ങൾ ഗ്രഹിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പൗലോസ് ഈ ലേഖനം എഴുതാനുള്ള കാരണം എന്തെന്ന് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ വ്യക്തമായിട്ട് നമുക്കൊരു കാര്യം മനസ്സിലാകും. അന്നത്തെ കാലത്ത് യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചു കഴിഞ്ഞപ്പോൾ മരത്തിൽ തൂക്കപ്പെട്ടവൻ ശപിക്കപ്പെട്ടവൻ എന്ന പഴയ നിയമത്തിൻ്റെ ഒരു വചനം എടുത്തു വെച്ചുകൊണ്ട് യേശു ശപിക്കപ്പെട്ടവനായിരുന്നു, പാപിയായിരുന്നു എന്ന തരത്തിൽ പല ആളുകൾ വ്യാഖ്യാനിക്കാൻ തുടങ്ങിയപ്പോൾ, അങ്ങനെയല്ല, യേശു ക്രിസ്തു ശപിക്കപ്പെട്ടവനെന്ന് പറയുന്നവൻ സാത്താനാണ് എന്ന് അപ്പസ്തോലൻ ഇവിടെ എഴുതി വെച്ചിരിക്കുക. ഇത് വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്നാണ് ഞാൻ വായിച്ചത്. വായിച്ച വാക്ക് എങ്ങനെയായിരുന്നു? ദൈവാത്മാവ് മുഖേന സംസാരിക്കുന്നവരാരും യേശു ശപിക്കപ്പെട്ടവനാണെന്ന് ഒരിക്കലും പറയുകയില്ല. അപ്പോൾ ഇവിടെ വ്യക്തമായി പൗലോസ് പറഞ്ഞൊരു കാര്യം എന്താണ്? അങ്ങനെ പറയുന്ന ചില വ്യക്തികളുണ്ട്, അവരാകട്ടെ ദൈവാത്മാവിലല്ല എന്ന് പറയുക. ഇവിടെ പൗലോസിന്റെ ഉദ്ദേശം എന്താണ്? യേശു ശപിക്കപ്പെട്ടവനെന്ന് പറയുന്ന ചില ആളുകളുണ്ട് എന്നുകൂടെ അവരെ ചൂണ്ടിക്കാണിക്കൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് എന്ത് ചെയ്യുന്നത്? അവരെ ശപിക്കപ്പെട്ടവരെന്ന് തള്ളിക്കളയുന്നത്. ഞാനൊരു വീഡിയോ ചെയ്യുമ്പോഴും എൻ്റെ ഉദ്ദേശവും അത് തന്നെയുള്ളൂ. നിങ്ങളുടെ മുൻപിൽ വ്യക്തമായ തെളിവുകളോടെ ഇന്ന ആളുകൾ ഇങ്ങനെ പറഞ്ഞു, അത് ശരിയല്ല എന്ന് കാണിക്കുകയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പറയുമ്പോൾ നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്ന വിഷയം, ഷിബു പുടിയേക്കൽ എന്ന വ്യക്തി ആദ്യം ഗ്ലോറിയസ് ഗോസ്പലിന്റെ ചില പഠനങ്ങൾ എവിടെയാണ് കേരളീയ പ്രത്യേകിച്ച് കത്തോലിക്ക സമൂഹത്തിൻ്റെ ഇടയിലേക്ക് ഇദ്ദേഹത്തിന്റെ വീഡിയോയിലേക്ക് ഡിവീറ്റ് ചെയ്തത്, അത് കഴിഞ്ഞ 3-4 വർഷങ്ങൾക്ക് മുൻപ് ഗ്രേസ് മിനിസ്ട്രിയും ഗ്ലോറിയസ് ഗോസ്പലും കൂടെ ചങ്ങനാശ്ശേരിയിൽ ഡാനിയൽ അച്ഛനെ വിളിച്ചു വരുത്തി അച്ഛൻ്റെ പ്രസംഗം യൂട്യൂബിലൂടെ കൊടുത്തു കഴിഞ്ഞപ്പോൾ അച്ഛൻ എന്തിനെ സപ്പോർട്ട് ചെയ്യുന്നു? ഈ പറയുന്ന ഗ്രേസിനെയും ഈ ഗ്ലോറിയസ് ഗോസ്പൽ പോലെയുള്ള ഷിബു പിടിയേക്കലിന്റെ ലൈവ് പഠിപ്പിക്കലെയും സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പരസ്യമായി വിളിച്ചു പറയുകയും അവരോടൊപ്പം തോളോട് തോൾ നിന്ന് പ്രവർത്തിക്കുകയും ചെയ്തു. ക്യാൻസർ 1 നമ്മൾ ചിന്തിച്ചു, വിശുദ്ധ വേദപുസ്തകത്തിന്റെ ആധികാരികതയെ തള്ളിക്കളഞ്ഞു, 4-ാം നൂറ്റാണ്ടിലേക്ക് ഇതിനെ മാറ്റി. ക്യാൻസർ 2 അവർ തന്നെ നിന്ന് പഠിപ്പിച്ചു, മദ്യം ശരി, മദ്യപാനം തെറ്റല്ല, ഇന്നത്തെ യുവാക്കളും അല്ലെങ്കിൽ മറ്റുള്ളവർ പഠിപ്പിക്കുന്നത് ശരിയല്ല, മദ്യം ഉൾക്കൊള്ളാം. അത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചിന്തിക്കുകയും ചെയ്തു. ഇതിനുശേഷം ഇദ്ദേഹം ലൈവ് ചാനലിൽ വന്നുകൊണ്ടിരുന്ന് സംസാരിച്ച ചില വീഡിയോകൾ നമ്മളൊന്ന് പരിശോധിക്കുക. ഈ ഒരു കാര്യം പറയുമ്പോൾ ആർക്കും ഇടർച്ച തോന്നാതിരിക്കുക, ഇദ്ദേഹത്തിന്റെ ഒരു പഠിപ്പിക്കല് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കേൾക്കുക. ഈ സ്ത്രീ പുരുഷ സമത്വം എന്ന് പറയുന്നത് ആ ഒരു സംഭവം അത്യന്തം വികസിത രാഷ്ട്രങ്ങളിൽ പോലും വന്നിട്ടില്ല. അതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. ഈ പെണ്ണുങ്ങളെ അങ്ങ് അടിമകളാക്കുകയാണ്. അത് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നല്ലോ. എന്നാ കോണത്തില ബൈബിള് കൂടെ എന്നാ ബൈബിള് ഈ പെണ്ണുങ്ങളെ അല്ല കോണത്തിലൊരു ബൈബിളും. വിശുദ്ധ വേദപുസ്തകത്തെ കുറിച്ച്, ദൈവത്തിന്റെ വചനത്തെ കുറിച്ച് 4-ാം നൂറ്റാണ്ടിൽ കുത്തിക്കെട്ടിയതാണെന്ന് അച്ഛൻ ആദ്യം കൊടുത്ത പ്രബോധനത്തിൽ കൂടെ ഇരുന്ന് തോളോട് തോൾ ചേർന്ന് പ്രവർത്തിച്ച ഷിബി പുടിയേക്കലിന്റെ ഓഡിയോ ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. സജി ബ്രദറെ, ബൈബിൾ എന്നൊരു വാക്കിന് വേണ്ടി പോകരുത് പറഞ്ഞേക്കാം. അതെ അതെ, ബൈബിൾ എന്നൊരു വാക്ക് വേണ്ടി പോയത് കീറി കക്കൂസിലിട്ട് ഫ്ലഷ് അടിച്ചു വിടാനുള്ള സാധനമാണ്. എത്ര പേർക്ക് മാനസിക വിഷമമുണ്ട് ഈ ഓഡിയോ കേട്ടിട്ട്? എത്ര പേർക്ക് ചങ്ക് തകർന്നിട്ടുണ്ട് ഈ ഓഡിയോ കേട്ടിട്ട്? ദൈവത്തോട് സ്നേഹമുള്ളവന് ഈ വേദന ഉണ്ടാകും. അതുകൊണ്ടാണ് പരസ്യമായി ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോമിൽ വന്ന് ഇത്തരം തിന്മകളെ പുറത്ത് കാണിക്കാൻ ഞങ്ങളെ പോലുള്ളവർ തയ്യാറാകുന്നതിന്റെ കാരണം ഇവരെ പോലെയുള്ള സാത്താനിക ഉപദേശകരുടെ
ഈ പ്രവർത്തികൾ കേട്ടുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മുടെ രക്തം തിളയ്ക്കുന്നത്, യേശു ക്രിസ്തുവിന് വേണ്ടി ഇറങ്ങുന്നത്. ഇദ്ദേഹം പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചോ? വിശുദ്ധ വേദപുസ്തകം, അവിടെ ചർച്ചാ വിഷയം വേദപുസ്തകം ഒന്നുമല്ല. ചർച്ചാ വിഷയം സ്ത്രീ പുരുഷ സമത്വം എന്നൊരു കാര്യമാണ് ഇദ്ദേഹത്തിന്റെ ചർച്ചാ വിഷയം. അപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്ന ക്ലബ് ഹൗസിൽ കേട്ടുകൊണ്ടിരിക്കുന്ന മറ്റൊരു സഹോദരൻ പറഞ്ഞു, വിശുദ്ധ വേദപുസ്തകത്തിൽ സ്ത്രീ പുരുഷ സമത്വത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ. എടുത്ത വഴിക്ക് ഇദ്ദേഹം പറഞ്ഞ വാക്ക് എനിക്കത് റിപ്പീറ്റ് ചെയ്യാൻ പറ്റത്തില്ല, നിങ്ങൾ കേട്ടതാണല്ലോ. അതായത് എന്തോന്ന് ബൈബിൾ എന്ന് പറഞ്ഞ് ക്ലോസറ്റിൽ കളയേണ്ട, എനിക്ക് അതിൽ കൂടുതൽ അതിനെ വ്യാഖ്യാനിക്കാൻ പറ്റുന്നില്ല പ്രിയ സുഹൃത്തുക്കളെ. നിങ്ങളൊന്ന് കേട്ടു നോക്കുക, എത്ര ദുഷ്ടതയാണ് ഇവരുടെയൊക്കെ ഹൃദയത്തിൽ വിശുദ്ധ വേദപുസ്തകത്തെക്കുറിച്ചും സുവിശേഷങ്ങളെക്കുറിച്ചും ഉള്ളത് എന്ന് നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കുക. ബൈബിളിനെ ഉപയോഗിച്ച വാക്ക് പരസ്യമായി നമുക്ക് പറയാൻ കഴിയാത്ത അത്ര വലിയ തെറ്റായ വാക്ക് ഉപയോഗിച്ച ഈ പറയുന്ന വ്യക്തി ആരുടെ പിണയാളുകളാണ് എന്ന് നിങ്ങൾ പരിശോധിച്ച് നോക്കണം. ഇന്ന് വിശുദ്ധ വേദപുസ്തകത്തിന്റെ പഠനങ്ങളെ ഭയക്കുന്നത് 6-ാം നൂറ്റാണ്ടിൽ കടന്നു വന്ന ചില തിന്മയുടെ സ്വാധീനങ്ങളാണ്. അവരാണ് വിശുദ്ധ വേദപുസ്തകത്തെയും യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെയും ചോദ്യം ചെയ്തുകൊണ്ട് ലോകത്തിന് മുൻപിൽ ഇന്ന് നമ്മുടെ സഭയുടെ ഉള്ളിൽ തന്നെ വന്നത് ഇവരെ പോലെയുള്ള ചില തിന്മകളാണ്. അവരുടെ പിണയാളുകളായി നിന്നുകൊണ്ട് ഇദ്ദേഹത്തെ പോലെയുള്ളവർ ചില വാതിലുകൾ തുറന്നിട്ട് വഴിവെട്ടുമ്പോൾ അതിന് പോയി തോളോട് തോൾ ചേർന്ന് നിന്ന് ഇന്നത്തെ യുവാക്കളെ നശിപ്പിക്കാൻ വേണ്ടി ഡാനിയേലച്ചൻ ചെയ്ത പ്രവൃത്തിയെ ഇനിയും സമൂഹത്തിന്റെ മുൻപിൽ ന്യായീകരിക്കേണ്ടതുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിച്ച് നോക്കുക. നിങ്ങളുടെ മനസാക്ഷിയാണ് വിധിക്കേണ്ടത്. അച്ഛൻ ചെയ്ത ഈ പ്രവൃത്തി, ഷിബു പിടിയേക്കലിന്റെയും സജിത്തിന്റെയും പ്രവൃത്തികളെ തോളോട് തോൾ ചേർന്ന് നിന്ന് അതിനെ അഡ്മിറ്റ് ചെയ്തപ്പോ, അത് ശരിയാണെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞപ്പോ, അതിനുവേണ്ടി വർഷങ്ങളോളം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞപ്പോ, അത് ശരിയാണോ എന്ന് വിലയിരുത്തേണ്ടത്, വിധി എഴുതേണ്ടത് ക്രിസ്തീയ സമൂഹമേ നിങ്ങളാണ്. പ്രത്യേകിച്ച് അച്ഛൻ്റെ വീഡിയോ കേൾക്കുന്ന കത്തോലിക്ക സമൂഹമാണ് ഈ പറയുന്ന ഷിബു പിടിയേക്കൽ പറയുന്ന എല്ലാത്തിനും കുട പിടിക്കേണ്ടതുണ്ടോ, അല്ലെങ്കിൽ എന്തുകൊണ്ട് അച്ഛൻ കുട പിടിച്ചു, അല്ലെങ്കിൽ അച്ഛൻ പറയണം ഷിബു പിടിയേക്കലിനോട് ചേർന്ന് നിന്ന് പ്രവർത്തിച്ചത് ശരിയോ തെറ്റോ എന്ന് ഡാനിയേലച്ചൻ പറയണം. എനിക്ക് ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ. ഇതുകൊണ്ട് അച്ഛനെ കരിവാരി തേക്കാനോ, അച്ഛൻ ഈ ഒരു വർഷം കൊണ്ട് ബൈബിൾ മുഴുവൻ ഈ കേരളീയ സമൂഹത്തെ പഠിപ്പിക്കുന്ന നല്ല പ്രവർത്തനങ്ങളെ നിർത്താനോ സുവിശേഷ വേലയിൽ ഒരു വിഘ്നവും വരുത്താനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു, അച്ഛനെ പോലെയുള്ളവരെ ഇത്തരം ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ അത് എംബർ എമ്മാനുവൽ പോലെയുള്ള കൾട്ട് പ്രസ്ഥാനത്തെ, ഗ്ലോറിയസ് ഗോസ്പലിനെ പോലുള്ള കൾട്ട് പ്രസ്ഥാനത്തെ അതിന് വളം വെച്ച് കൊടുക്കുമെന്നുള്ളത് കൊണ്ട് ഞങ്ങൾ നിശബ്ദരായി കുറെ കാലം ഇരുന്നു. പക്ഷേ ഞങ്ങളുടെ ഇടയിലും ഞങ്ങളുടെ മുൻപിൽ വരുന്ന സമൂഹത്തെ അവർ പോകുന്ന തിന്മകളെ കാണാതിരിക്കാൻ ഞങ്ങൾക്ക് സാധിക്കത്തില്ല. അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ മുൻപിൽ വെളിപ്പെടുത്തേണ്ടതായി വരുന്നത്. ഇനി അപ്പസ്തോലന്മാരെ കുറിച്ച് ഇദ്ദേഹം പറയുന്ന ചില കാര്യം കൂടി നിങ്ങൾ കേൾക്കണം. ഈ പെണ്ണുങ്ങളെ, ഈ സ്ത്രീകളെ എന്തിനെങ്ങനെ അടിമകളാക്കുന്നത്? അവര് മനുഷ്യരല്ലേ? ഈ സ്ത്രീകൾക്ക് വിമോചനം നൽകിയ ഏറ്റവും വലിയ വിപ്ലവ നേതാവ് എന്ന് പറഞ്ഞ കർത്താവ് യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തു വന്നിട്ട് അത് യേശുവിന്റെ ശിഷ്യന്മാർ അപരാധിമാര് ചെയ്തില്ലല്ലോ. അതല്ലേ എന്റെ കുഴപ്പം. കർത്താവാണ് ഏറ്റവും കൂടുതൽ സ്ത്രീകളെ പൊക്കിപ്പിടിച്ചത്. കാരണം എന്റെ പൊന്ന അനിമോനെ, കർത്താവ് പറഞ്ഞത് കർത്താവിന്റെ അനുയായികൾ തായോളികൾ ചെയ്തില്ലല്ലോ, ചെയ്തോ? ഇല്ല. പക്ഷെ കർത്താവിന്റെ അനുയായികളില് കർത്താവിന്റെ അനുയായികൾ ആരാണെന്ന് പറഞ്ഞത്? ഭൂരിപക്ഷം പേരും ഒരിക്കലേ പറയത്തുള്ളൂ. യേശുക്രിസ്തുവിന്റെ അപ്പസ്തോലന്മാരെ ഇദ്ദേഹം വിളിച്ച വാക്ക് അത് ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അത്രയ്ക്ക് നികൃഷ്ടമായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ തിന്മയുടെ സ്വാധീനങ്ങൾ ഈ കേരള സമൂഹത്തേക്ക് ഈ ക്യാൻസർ വിതയ്ക്കുന്നത് കണ്ടിട്ടും കൈകെട്ടി നോക്കിയിരിക്കണം. ഞാനിരിക്കത്തില്ല, ഞാൻ ഇറങ്ങും. കേരള സമൂഹത്തിൽ നിന്നും ലക്ഷക്കണക്കിന് ആളുകൾ എംബർ എമ്മാനുവൽ പോലുള്ള പ്രസ്ഥാനത്തിലേക്ക് പോയിട്ട് ഇന്ന് നമ്മൾ കാണുന്ന സഭാ സമൂഹം ഒരു വിരൽ അനയ്ക്കുകയോ, എംബർ എമ്മാനുവൽ ശരിയല്ല എന്ന് പറയാൻ അവിടെ കുറെ ആളുകളുണ്ട്. എന്താണ് അവർ പഠിപ്പിക്കുന്ന ശരികേട് പറയാൻ ഒരു അച്ഛൻ മുന്നോട്ട് വരട്ടെ, ഡാനിയേലച്ചൻ മുന്നോട്ട് വരട്ടെ, മറ്റ് പുരോഹിതർ മുന്നോട്ട് വരട്ടെ. എത്ര പേര് വന്നു? അവരുടെ പ്രബോധനങ്ങൾ എടുത്തു വെച്ചിട്ട് പറയണം എന്താണ് അവർ പഠിപ്പിക്കുന്ന തെറ്റ്. അവർ മുന്നോട്ട് വെക്കുന്നത് ഇന്ന് കത്തോലിക്ക സഭയുടെ പല പഠനങ്ങളും അവർ മുന്നോട്ട് വെക്കുന്നത് സഭയുടെ പ്രബോധനങ്ങളാ. ഫാത്തിമയിൽ മാതാവ് എന്ന് പ്രത്യക്ഷപ്പെട്ട കാര്യങ്ങൾ വെച്ചിട്ടാ അവർ വലിച്ചുകൊണ്ടു പോകുന്നത്. മരിയോളജിയുടെ ഡീപ്പായിട്ടുള്ള ചില മേഖലകൾ ഇന്നും പ്രഘോഷിക്കുന്ന സഹരക്ഷക എന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം വെച്ചിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത്? എംബർ എമ്മാനുവൽ എന്ന് പറയുന്ന കൾട്ട് പ്രസ്ഥാനത്തിലേക്ക് ആളുകളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. അതിനെതിരെ എത്ര അച്ഛന്മാർ വിരൽ അനക്കി?
എത്ര പുരോഹിതരുണ്ടായിരുന്നു അതിനെതിരെ സംസാരിക്കാൻ? നിങ്ങൾക്ക് ആത്മാക്കൾ നഷ്ടപ്പെട്ട ഒരു പ്രശ്നവുമില്ല, നിങ്ങൾ കൈകെട്ടി നോക്കിയിരിക്കത്തേ ഉള്ളൂ. നിങ്ങൾക്കത് പ്രശ്നമല്ല. നിങ്ങൾക്ക് ബിസിനസ് നടക്കണം, നിങ്ങൾക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോയാൽ മാത്രം മതി. യേശു ക്രിസ്തുവിനെ അറിഞ്ഞെങ്കിൽ 10-27 വയസ്സ് വരെ മദ്യപാനിയായി ലോകത്തിന്റെ തിന്മയിൽ ഞാൻ കിടന്നുവെങ്കിൽ ആ തിന്മയിൽ നിന്നും വിശുദ്ധ വേദപുസ്തകവും യേശു ക്രിസ്തുവിന്റെ ആത്മാവും എന്നെ വീണ്ടെടുത്തിട്ടുണ്ടെങ്കിൽ, എന്നെ തിരിച്ച് ക്രിസ്തുവിലേക്ക് അടുപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ എൻ്റെ ജീവൻ ഉള്ളിടത്തോളം കാലം ഇത്തരം തിന്മയ്ക്കെതിരെ സംസാരിക്കും. അതിന് ആരൊക്കെ വിഘ്നം വെച്ചാലും, ആരൊക്കെ വിലങ്ങുതടിയായി വന്നാലും ഞാൻ അതിനെ മുഖവിലക്കെടുക്കത്തില്ല. ക്രിസ്തുവേശുവിന് വേണ്ടി പോരാടും. എനിക്ക് നഷ്ടപ്പെടാൻ ഒറ്റ കാര്യമുള്ളൂ. മാക്സിമം പോയാൽ ഒരു കല്ലറ, ഒരു ധൂപക്കുറ്റി, ഒരു തിരി കത്തിച്ചുള്ള പ്രാർത്ഥന. അതായത് മരിച്ചു കഴിയുമ്പോൾ ഇവരൊക്കെ ചെയ്യാനുള്ള ഈ ഒരു കാര്യം. കഴിഞ്ഞ ദിവസം കോട്ടയത്ത് ഒരു സ്ത്രീ മരിച്ചു കഴിഞ്ഞപ്പോൾ, ഒരു സ്ത്രീയും 2 കുഞ്ഞുങ്ങളും ആത്മഹത്യ ചെയ്തപ്പോൾ കുറേ പേര് വന്ന് ധൂപക്കുറ്റി വീശി കല്ലറയിൽ വലിയ അടക്കമൊക്കെ ചെയ്തു, ഇല്ലേ? എനിക്ക് നഷ്ടപ്പെടാൻ അതേ ഉള്ളൂ, അതല്ലാതെ നഷ്ടപ്പെടാൻ ഒന്നുമില്ല. പക്ഷെ ക്രിസ്തുവിന് വേണ്ടി നേടാൻ ആത്മാക്കളുണ്ട്. യേശുവിൻ്റെ ആ സുവിശേഷം ഇന്നും പ്രഘോഷിക്കപ്പെടണം. അപ്പസ്തോലന്മാരുടെ പാരമ്പര്യം ഇന്നും തുടരണം. ഇദ്ദേഹം അപ്പസ്തോല പാരമ്പര്യത്തിലാണോ മുന്നോട്ട് പോകുന്നത്? അപ്പസ്തോലന്മാർ എന്ത് ചെയ്തു എന്നാണ് പറയുന്നത്? അപ്പസ്തോലന്മാർ ഏത് വാക്കുകൊണ്ടാണ് ഈ ഷിബു പിടിയേക്കില് നിങ്ങളുടെ മുൻപിലേക്ക് പറഞ്ഞത്? ഏത് വാക്കാണ്? നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കുക. വേണമെങ്കിൽ റിവൈൻഡ് ചെയ്ത് നിങ്ങൾ കേട്ടു നോക്കിക്കോ. ഇനി ഒരിക്കൽ കൂടി അത് കേൾപ്പിക്കാൻ എനിക്ക് എൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല. പ്രിയമുള്ളവർ, ഇത്തരം തിന്മകൾ പ്രവർത്തിക്കുന്നവർക്കെതിരെ ആണ് നമ്മൾ പോരാടേണ്ടത്. അവരോട് തോളോട് തോൾ ചേർന്ന് പ്രവർത്തിച്ച ക്യാൻസറിൻ്റെ 1-ാം ഭാഗം ബൈബിൾ, വിശുദ്ധ വേദപുസ്തകം 4-ാം നൂറ്റാണ്ടിൽ കുത്തിക്കെട്ടിയതാണെന്ന് പറയുകയും 2-ാം ഭാഗം ബൈബിൾ തന്നെ മദ്യത്തിന് സപ്പോർട്ട് ചെയ്യുന്നു എന്ന് ഇവർ തന്നെ പഠിപ്പിക്കുകയും അതിൻ്റെ 3-ാം ഭാഗം ഇതാ അപ്പസ്തോലന്മാർക്കെതിരെ, ബൈബിളിനെതിരെ ഇതേ വ്യക്തികൾ തന്നെ ഇതേ ഗ്ലോറിയസ് ഗോസ്പലിൽ തന്നെ പ്രഘോഷിക്കുകയും അതിന് വളം വെച്ചു കൊടുക്കുകയും അസൈൻ ചെയ്യുകയും അത് ശരിയെന്ന് വാദിക്കുകയും ചെയ്ത ഡാനിയേൽ അച്ഛനോടാണ് ഞാൻ ചോദിക്കുന്നത്, ഇത് ശരിയോ തെറ്റോ? ഒരു കാലത്ത് ഇതേ ഡാനിയേൽ അച്ഛൻ തന്നെ കൃപാസനത്തിനെതിരെ പറഞ്ഞുകൊണ്ടിരുന്നു, അതൊന്നും ശരിയല്ല. അങ്ങനെ ഒരു സ്ഥലത്ത് പോയി മാതാവ് എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് വിഗ്രഹാരാധനയ്ക്ക് തുല്യമാണെന്ന് പഠിപ്പിച്ച അതേ അച്ഛൻ ഈ കഴിഞ്ഞ ദിവസം പെട്ടെന്ന് അച്ഛനും അതേ കൃപാസന മാതാവ് തന്നെ പ്രത്യക്ഷപ്പെട്ട് ഇതാ ഈ പറയുന്ന നമ്മുടെ ജോസഫ് VP അച്ഛൻ്റെ അടുത്ത് വന്ന് സ്നേഹത്തോടെ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും അഭിഷേകം ചെയ്യുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ആ അനുഗ്രഹം വാങ്ങുന്നു. നിങ്ങൾ ശ്രദ്ധിക്കണേ, ഒരു കാലത്ത് ഇതൊന്നും ശരിയല്ല എന്ന് പറഞ്ഞ അതേ ഡാനിയേൽ അച്ഛൻ തന്നെ അച്ഛൻ കൃപാസനം ശരിയാണോ തെറ്റാണോ എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല എന്നായിരിക്കും മിക്കവരും പറയാൻ പോകുന്നത്. പക്ഷേ അച്ഛന് വെളിപ്പെട്ടതാരായിരുന്നു? അതേ കൃപാസനത്തിലുള്ള ആ ചാര വിഗ്രഹം തന്നെ വെളിപ്പെട്ടു. അച്ഛനോട് പറയാൻ പറഞ്ഞു, ഇവിടേക്ക് ഓടി വരിക എന്ന തരത്തിൽ അച്ഛൻ ഓടി വരികയും ചെയ്തു. ഞാൻ ഇവിടേക്ക് വന്നതിൻ്റെ ഉദ്ദേശം എന്താണ് എന്ന് അച്ഛൻ വ്യക്തമായിട്ട് ആ വീഡിയോയിൽ പറയുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇതാണ് ഇന്ന് കേരള സമൂഹത്തെ വഴിതെറ്റിപ്പിക്കുന്ന സുവിശേഷം. ഒരു കാലത്ത് പറയും ഇതൊന്നും ദൈവവചന പ്രകാരമല്ല, തെറ്റാണെന്ന് പറയും. പക്ഷേ അതേ സ്പിരിറ്റ് തന്നെ അച്ഛൻ എന്ത് ചെയ്തു? ഇവിടെ കൊണ്ടുവന്നു. കഴിഞ്ഞ ദിവസം ഒരു സഹോദരി എന്നെ വിളിച്ചു. ആ സഹോദരി എന്നോട് പറഞ്ഞു, കൃപാസനത്തിനെതിരെ പറയുന്ന അല്ലെങ്കിൽ കൃപാസനത്തിന്റെ പൊള്ളയായ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന താങ്കളുടെ വീഡിയോ ഇനിയും തുടരണം. കാരണം 5 വർഷത്തിലധികം കൃപാസനത്തിന്റെ ശക്തമായ സ്പിരിറ്റിന് അടിമപ്പെട്ട് ജീവിതം നശിച്ച, തകർച്ചയിലൂടെ പോയ ഒരു സ്ത്രീയാണ് ഞാൻ അവിടെ ഒത്തിരി വർഷം 3 വർഷക്കാലം തുടർച്ചയായി പോയിക്കൊണ്ടിരുന്ന അവിടുത്തെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ അവിടെ പ്രവർത്തിക്കുന്ന സ്പിരിറ്റ് എന്നെ നശിപ്പിച്ചത് ബ്രദറെ, എനിക്ക് സമൂഹത്തോട് വിളിച്ചു പറയാൻ പറ്റാത്തത്ര വളരെ മോശപ്പെട്ട കാര്യങ്ങളിലൂടെയാണ് എൻ്റെ ജീവിതം പിന്നീട് കടന്നു പോയതെന്ന് ഒരു സഹോദരി എന്നോട് പങ്കുവച്ചു. അതിനുശേഷം ആ സഹോദരി പറഞ്ഞ ഒരു കാര്യം ഇതാണ്, സ്പിരിറ്റ് ഏത് തരത്തിൽ അവരെ ആക്രമിച്ചു എന്നുള്ളതും അവർ തന്നെ ഒരു പൈശാചികമായ ബന്ധനത്തിൽ അകപ്പെട്ട ചില കാര്യം കൂടി ആ സഹോദരി പങ്കുവച്ചു. അതിനുശേഷം ആ സഹോദരി പറഞ്ഞത് ഇങ്ങനെയാണ്, ഈ സ്പിരിറ്റ്, ഈ ബാബിലോണിയൻ സ്പിരിറ്റ്, ഈ ജെസബേൽ സ്പിരിറ്റ്, ഇത് വളരെ ശക്തമാണ് ബ്രദറെ. ഈ സ്പിരിറ്റ് അച്ഛൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും. ഏത് സ്ഥലത്ത് നിൽക്കുന്ന അച്ഛനെയും ഈ പറയുന്ന സ്ഥലത്ത് എത്തിക്കുന്ന തരത്തിൽ അത്രത്തോളം ശക്തിയുള്ള പൈശാചികമായ ഒരു സ്പിരിറ്റാണ് എന്ന് ഈ സഹോദരി അവരുടെ അനുഭവത്തിൽ നിന്നും എൻ്റെ മുൻപിൽ പറഞ്ഞ കാര്യമാണ്. ഒരിക്കലും അച്ഛനോടുള്ള എതിർപ്പല്ല. സുവിശേഷം വായിക്കണം, ലോകം മുഴുവൻ ഈ സുവിശേഷം എത്തണം. ഈ 1 വർഷം കൊണ്ട് സുവിശേഷം പ്രഘോഷിക്കുകയും വായിക്കുകയും ചെയ്യുന്ന അച്ഛൻ ഉദ്യമത്തോട് ചേർന്ന് നിൽക്കുന്നു. പക്ഷേ കൃപാസനത്തെ കൂട്ടുപിടിച്ചുകൊണ്ടും ഡാനിയേൽ അച്ഛൻ ഈ പറയുന്ന ഷിബു പിടിയേക്കലിനെ കൂട്ടുപിടിച്ചുകൊണ്ടും സജിത്തിനെ കൂട്ടുപിടിച്ചുകൊണ്ടും നടത്തുന്ന ഇത്തരം തിന്മകളെ കൊടപിടിക്കാനായിട്ട് ക്രിസ്തീയ സമൂഹം നിങ്ങൾ നിൽക്കരുത്
ഈ വിശുദ്ധ വേദപുസ്തകം പറഞ്ഞതല്ലാതെ ഒന്നിലേക്കും നിങ്ങൾ പോകരുത് എന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് തുടർന്നുള്ള വീഡിയോകളിലും ഇതുപോലെയുള്ള തിന്മകൾക്കെതിരെ ആദരം ചലിപ്പിക്കുമെന്ന് ഉറച്ചു പറഞ്ഞുകൊണ്ടും ഞാൻ നിർത്തുന്നു. അതുവരെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ ആത്മാവ് നമ്മളെ കാത്തുപരിപാലിക്കട്ടെ. ആമേൻ. You know it's not the same as you